ഹലോ, ഞാൻ വന്നിട്ടുള്ളത് മഞ്ചേരി ചെർണിയിലുള്ള ഗ്രീൻ പ്ലാൻ ഹൗസിലാട്ടോ. ഒരുപാട് ഐറ്റംസ് ചെടികളും മത്സ്യങ്ങളും മൃഗങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, പല ഐറ്റംസ് ചെടികൾ കാണാൻ പറ്റും കേട്ടോ. ഈ പൂവൊന്നും ഇപ്പോൾ കാണാറേ കിട്ടാറില്ല. ഇവിടെ കണ്ട് നിങ്ങൾ ചെറിയൊരു പ്ലാവ് ഉണ്ട്. പ്ലാവിൽ ഇതേ കുഞ്ഞി ചക്ക ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞിലേ കായ്ക്കുന്ന തൈകളാട്ടോ ഒരുപാട് ഇവിടെ ഉള്ളത്. പിന്നെ എന്താ ഇവിടെ താറാവ് കാണാൻ പറ്റും. താറാവ് ഞാൻ വരുന്ന കണ്ടിട്ട് ഓടി പോകുന്നുണ്ടേ. പിന്നെ ഇതാ ഇവിടെ മീനുണ്ട്. ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. ഇത് കരിങ്കോഴിയാണ് കേട്ടോ. ഒരുപാട് കോഴികളുണ്ട്. നമുക്ക് വേണ്ടത് ഇവിടുന്ന് തന്നെ പിടിച്ച് കട്ട് ചെയ്ത് തരും കേട്ടോ. ആവശ്യാനുസരണം വേണ്ടി നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. പിന്നെ തൊട്ടപ്പുറത്ത് തേക്കണ ഒരു കുളത്തിൽ ഇതാ ഇവിടെ മീൻ അവർ വളർത്തുന്നതാണ്. വളർത്തി നമുക്ക് വേണ്ട മീൻ അവർ തന്നെ പിടിച്ച് കട്ട് ചെയ്ത് തരുന്നതാണ്. പിന്നെ ഇവിടെ ഒരുപാട് തൈകളുണ്ട്. ഇത് ഒരു ചെറുനാരങ്ങൻ്റെ തൈയാണ്. തൊട്ടപ്പുറത്തൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കുളങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഇതാക്കണ കളർ മീനുണ്ട് ഇവിടെ. ഒരുപാടുണ്ട് കേട്ടോ. ഇതിൽ കാണാൻ നമുക്ക് സാധിക്കും. ഇതിനെന്താ പറയുക, അരാമാണ് കേട്ടോ ഇതിന് പറയുക. അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് ഇതേ വേറെ കുറേ മീനുകളുണ്ട് കേട്ടോ. കൂട്ടം കൂടിയിട്ട് അവിടെ നടക്കുന്നത്. കൂളി ഇട്ട് പോകുന്നുണ്ടോ നിങ്ങൾ? നല്ല രസമുണ്ട് ഇത് കാണാൻ. പിന്നെ ഇതിവിടെ ഒരു കുളത്തിൽ ആമ്പലുണ്ടായിട്ടുണ്ട്. ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ വിരിഞ്ഞിട്ടില്ല കേട്ടോ. രാവിലെ നമുക്ക് ഈ ആമ്പലൊക്കെ വിരിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുക. പിന്നെ തെങ്ങിൽ നിന്ന് തേങ്ങയൊക്കെ വീണിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ തെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചെറുനാരങ്ങൻ്റെ മരമാണിത്. അത്യാവശ്യം കുറേ ചെറുനാരങ്ങ ഉണ്ടായിട്ടുണ്ട്. പഴുത്തത് ഉണ്ടായിട്ടുണ്ട്. താഴെ വരെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ മൾബറി പഴുത്തതുണ്ട്. അത്യാവശ്യം പഴുപ്പായിട്ടുള്ളൂ, നല്ലോണം പഴുത്തിട്ടൊന്നുമില്ല. ഇപ്പം ആദ്യമൊക്കെ വീട്ടിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ വീട്ടിലൊന്നും ഇത് കാണാനേ ഇല്ല കേട്ടോ. ഇത് പച്ചയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെയും കുറച്ചൊക്കെ പഴുപ്പായതാണ് ഈ ചോപ്പ് കണ്ടത്. നല്ല ടേസ്റ്റ് കേട്ടോ. പച്ച നല്ല പുളിയാണ്, പഴുത്ത കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ബെറിയിൽ നമ്മളെ നാട്ടിൽ എപ്പോഴും കാണുന്നതാണ് ഈ മൾബറിയിലെ. പിന്നെ ഇതേ പായലാണ്. പായൽ വളർത്തിയിട്ടുണ്ട്. ഇതാ ഒരു പച്ചമുളക്, കുഞ്ഞു പച്ചമുളക്, പക്ഷെ ഭയങ്കര എരിവാട്ടോ. ഇതിന് വിത്താക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാട്ടോ ഇവർ. 2 തൈയിലും നിറയെ ചുവന്ന മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വിത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ പറിച്ചിട്ടില്ല. നമുക്ക് വേണ്ടത് വിത്ത് അവർ ഇവിടെ തന്നെ തരും കേട്ടോ. പിന്നെ ഇതിൽ പായലുണ്ട്. അത് കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ പാടത്ത് നമ്മൾ പിടിക്കാറില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് മീനാണ് അതിലുള്ളത്. കടലാസ് പൂ കൊണ്ട് കവാടം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ ഉള്ളിലേക്ക് കയറിപ്പോയി. അവിടെ ഒരുപാട് തൈകൾ കാണാനുണ്ട്. റോസ് കൊമ്പാണ്. അത് റോസാപ്പൂവിൻ്റെ തൈ കൊമ്പ് കുത്തിയതാണത്. റോസിൻ്റെത്. ഇത് മാവ്, മാങ്ങ കിട്ടൂലേ. പിന്നെ ഇത് മാവുണ്ട്. പ്ലാവ്. അവിടെ ഇതാ പ്ലാവ് ചക്കൻ്റെ. ഇവിടെ നോക്ക്. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഈ ചെടി എന്താണെന്ന്. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലേ, അതിൻ്റെ ഒക്കെ ഒരു ചെടി പോലെ തോന്നുന്നുണ്ട്. മുള്ളൊക്കെ വന്നിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മനസ്സിലായിട്ടില്ല. ചീനിപ്പൂ പോലെയുള്ള ഒരു തൈയാണത്. അതിന് നിറയെ ചീനിപ്പൂ പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ചെറിയതിൻ്റെ മരമാണെന്നാണ് തോന്നുന്നത്. അതും എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ്. കടലാസ് പൂക്ക് പന്തലിച്ച് നിൽക്കുന്ന ആ സൈഡൊക്കെ നല്ലോണം ഉണ്ട്. അത് ചീരല്ല, അത് ചെടി തന്നെയാണ്. ഒരു ടൈപ്പ് ചെടിയാണ്. ചുവപ്പ് ചെടി കണ്ടാൽ അതൊക്കെ ചീരയാണ് കേട്ടോ പറയാ. വൈലറ്റ് കളർ ചീരല്ലായിരുന്നു.
പിന്നെ ഇത് ഈ പൂ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എന്താണ് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തിട്ട് ഈ പൂ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ആ പൂ കണ്ടപ്പോൾ. അതുപോലെ തന്നെ ഇത് ഒരു തരം പഴമാണ്. എന്ത് പഴമാണെന്ന് എനിക്കിത് മനസ്സിലായിട്ടില്ല. എന്നാലും മുട്ടപ്പഴമല്ല, വേറൊരു ഐറ്റം പഴമാണ് കേട്ടോ. കറിവേപ്പില ഉണ്ട് കേട്ടോ, തൈ. പിന്നെ പപ്പായൻ്റെ തൈയുണ്ട്. സപ്പോർട്ടിന് പറയാം. തയ്യേ സപ്പോർട്ട് ഉണ്ടോ? കുഞ്ഞു കുഞ്ഞു സപ്പോർട്ട് ഉണ്ടോ അതിൽ? ഈ പ്ലാവ് ഉണ്ട്, മൾബറി ഉണ്ട്, കുറേ തൈ ഉണ്ടോ? പക്ഷേ താഴെയില്ല. പിന്നെ ഇതവിടെ മാമ്പത്, പ്ലാവിൻ്റെത്, നീയല്ല തേനിൻ്റെ വാഴയാണ്. തേനുണ്ടോ? നമുക്ക് തേൻ മാത്രം കിട്ടുന്ന അറിയുള്ളൂ വാഴന്ന്. പഴം എവിടുന്നാ കിട്ടണേ? പ്ലാവ് തോടൊക്കെ അതിൽ പോകുന്നു. മഴക്കാലം വെള്ളം ഒഴിക്കുന്നുണ്ട്. ചെറിയ തോടുണ്ട്. പിന്നെ ഇതേ ഭാഗത്തോട്ട് നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു കൂട്ടിൽ നായ ഉണ്ട് കേട്ടോ. എന്നോട് അങ്ങോട്ട് പോകണ്ടെന്ന് കുറേ പറഞ്ഞു. പക്ഷെ നമ്മൾ അവനായിട്ട് മിസ് ചെയ്ത് പോകുന്നത് നല്ലതല്ലല്ലോ. അവനും വേണ്ടല്ലേ, ഒറ്റയ്ക്ക് ഒരു സൈഡിൽ നിൽക്കുകയാണല്ലോ. ആളെ നോക്കി ഞാൻ കുറച്ച് നേരം നിന്നു കേട്ടോ. പാവമുണ്ട്, കൂട്ടിലിങ്ങനെ അടച്ചിട്ട് നിൽക്കുമ്പോഴേ പാടത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുകയാണ്. ഒറ്റയ്ക്കല്ലേ, ആരുമില്ല. പാവം തോന്നി. ഇതാക്കണം, ഇവിടെ കുരുമുളക് ഉണ്ട്. അതെന്തോ കണ്ടാണ് അവിടെ. എന്താടാ ഇവിടെ ഇവിടെ എന്തി ഒന്നുമില്ലേ? അവിടെ എന്താ ഉണ്ട്? എടാ അത് കോഴിയടാ, കോഴി ചിക്കനോട് എന്തൊരു പുളിസൂചി. അവിടെ വേറെ ആൾക്കാർ കണ്ടില്ലേ? എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ ഈ കൂട്ടിനൊന്ന് കിടക്കേണ്ടി വരും. എല്ലാ സംഭവം ഞാൻ പോകും. അവനാട്ടോ ഈ ഭാഗത്തുള്ള കാവലായിട്ട് കൂട്ടിൽ ഇതാക്കിയതാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞു. പിന്നെ അതേ കുറേ തെങ്ങിൻ്റെ തൈകളാട്ടോ ഇവിടെ ഒരു കൂട്ടി വെച്ചിട്ടുണ്ട്. തിക്കായി വെച്ചിട്ടുണ്ട് തൈകളാട്ടോ ഒക്കെ. തെങ്ങ്, അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് നടന്നു പോകുമ്പോഴത്തേ കുള്ളൻ തെങ്ങ് ചെറുതാണെന്നുണ്ടെങ്കിലും അതിലുള്ള ഫലങ്ങൾ തേങ്ങ ഒരുപാടുണ്ട് കേട്ടോ. ഇതിലാണ് ഒട്ടുമിക്ക മീനുകളും അവർ വളർത്തി വലുതാക്കി എടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം ഒരുപാട് മീനുണ്ടായില്ലേ. എന്തൊരു രസം. പനിക്കെട്ട് പോലെ വെക്കുന്നത്. പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞ പറയും?
മുന്തിരി പുളിക്കുമെന്ന് മുന്തിരി കണ്ട് കൊതിച്ച് നാക്കിലെ വെള്ളം കൊതിച്ച് കൊമ്പത്ത് നോക്കി നിന്ന്. പിന്നെ ഇതേ ഞങ്ങൾ അവിടുന്ന് പാട്ടും പാടി. ഇതാ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു എത്ര എളുപ്പമുള്ളൂ തേങ്ങ. ഒരുപാട് തേങ്ങ ഉണ്ട്. എനിക്ക് പോലെ നട്ടിട്ടില്ല ചെറിയ തേങ്ങ. ഇതിൻ്റെ തൈകളൊക്കെ അവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ. പിന്നെ ഞാനും പാത്തൂസൂടി അതിലൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികളും പൂക്കളും കായ്കളും. അവൾക്ക് മാത്രമല്ല നമുക്കും തന്നെ മനസ്സിൽ ഒരു കുളിർമയാണല്ലോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ. ഇതേത് നമ്മളെ കറിക്കിടുന്ന കൊടുമ്പുളിയാണല്ലേ. അന്നനടായിട്ട് വരുന്ന കണ്ടോ ആരെന്നോ. ആഹാ ഒരു കൊത്തൊന്നും ഞാൻ കേട്ടിക്കണ്. പക്ഷേ കുറച്ച് വിട്ടിക്കാൻ നല്ലത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക്. നല്ല അച്ചടക്കമുള്ളല്ലോ കേട്ടോ. വരിക്ക് പോകുന്നുണ്ട്. ഒരാൾ വരുന്ന കാണുമ്പോൾ വഴി മാറി തരുന്നുണ്ട്. ഇതാട്ടോ ഇതിലെങ്ങനെ എൻട്രൻസ് വരുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കാന്നുണ്ടെങ്കിലും തോടാണ്. ഒരു പാടത്താട്ടോ ഇത് ഫുള്ള് കിടക്കുന്നത്. ഇതിൽ കണ്ടോ തോടാണ് ഒഴുകുന്നത്. നമ്മൾ നേരത്തെ അവിടെ കണ്ട അതേ തോടാട്ടോ. അതിൻ്റെ ബാലൻസാണിത്. ഇങ്ങനെ നേരെ പോയാൽ മെയിൻ റോഡിലേക്ക് എത്തുട്ടോ. അവിടെ മറ്റേ എന്താ പറയുക ഓർക്കാപ്പുളി എന്നാണല്ലേ പറയാ. ഞാൻ ഓർക്കാപ്പുളി എന്നാ പറയാ. അതുണ്ട്. ഞാവലിൻ്റെ തൈ ഉണ്ട്. പിന്നെ മാവുണ്ട്, പ്ലാവുണ്ട്, സപ്പോർട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ ഉള്ളത് നമുക്ക് അറിയണ തൈകളൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാരങ്ങ, പിന്നെ ചാമ്പക്ക, ആപ്പിൾ ചാമ്പക്ക, അങ്ങനെ കുറേ ഐറ്റംസ് അതുണ്ട്. തെച്ചിയുണ്ട്. തെച്ചി വീട്ടിൽ വെക്കണ ഭയങ്കര ഐശ്വര്യം കേട്ടോ. ഞാൻ വാസ്തു കേട്ടതാണ്. പല ടൈപ്പ് തെച്ചിയുണ്ട് കേട്ടോ. റെഡ്, പിങ്ക്, വൈറ്റ് ഉണ്ട്. പിന്നെ ഇപ്പം ഏതാ കളറ്? ഓറഞ്ച്. പിന്നെ ഇതെങ്ങനെ നോക്കിയാൽ ഇവിടെ കടലാസ് പൂത വൈറ്റ് കളറ്, റെഡ് കളറ്, റോസാപ്പൂ അതേ വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിങ്ക് ഉണ്ട്. എനിക്ക് വയലറ്റ് പർപ്പിൾ കളർ പൂ നല്ല ഇഷ്ടമായിട്ടോ. അത് എന്ത് ചെടി അറിയില്ല. കറ്റാർവാഴൻ്റെ വേറൊരു വേർഷൻ പോലെ ഉണ്ടല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ആമ്പലും വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ. അങ്ങനെ ഇത് ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാം കേട്ടോ.